ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളിന്ന് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു ബാർബി ഡോളിൻ്റെ രൂപത്തിലുള്ള ഒരു പിണ്ടി ഡെക്കറേഷൻ്റെ അടുത്താണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുള്ളത് വാസുപുരം ഇടവകയിലാണ് കേട്ടോ. അപ്പോൾ വാസുപുരം ഇടവകയിൽ ചെരുപ്പറമ്പിൽ ജോസേട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ജോസേട്ടൻ്റെ മകൻ ലിൻഡോയുടെ ഭാര്യ റോഷിനിയാണ് ഇങ്ങനെ ബാർബി ഡോളിൻ്റെ ഒരു രൂപത്തിൽ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുണ്ട്. നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല പെർഫെക്ഷനിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ റോഷിനി തന്നെ പറയും ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഇതെങ്ങനെ ചെയ്തതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഫ്ലീറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പേപ്പേഴ്സ് മടക്കി ഞാനിപ്പോൾ ഒരു 75 റുപ്പീസിൻ്റെ പേപ്പറാണ്, വലിയ പേപ്പറാണ് വാങ്ങിച്ചത്. അതൊരു 4ആയിട്ട് മടക്കി അതിനെയാണ്. അപ്പോൾ നമുക്കൊരു ഷീറ്റിൽ നിന്ന് 4 പേപ്പർ കിട്ടി. അതങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ചെയ്തത്. സ്റ്റിച്ച് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അമ്മയാണ്. പിന്നെ ചാർട്ട് പേപ്പർ നമ്മളൊരു കോൺ രൂപത്തിലും മടക്കിയിട്ടാണ് ചെയ്യുക. ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നീട് ഞാനത് ഇങ്ങനെ മനസ്സിലാലോചിച്ചെടുത്തപ്പോഴാണ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ക്രിസ്മസ് ട്രീയുടെ ഒക്കെ വീഡിയോ, അതുപോലെ അതൊരു കോൺ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് അതിൽ വേണമെങ്കിൽ പേപ്പറോ ചാർട്ട് പേപ്പറോ ചുറ്റിയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ ബാർബിയുടെ ഫ്രോക്ക് താഴ്ത്തിക്കുള്ള ഭാഗം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് അങ്ങനെ പിന്നെ നമ്മൾ പ്ലീറ്റഡ് ആയിട്ട് ഓരോന്ന് ഒട്ടിച്ച് മേലേലേക്കാണ് നമ്മൾ ഒട്ടിച്ച് താഴേന്നാണ് ഒട്ടിച്ച് തുടങ്ങിയിട്ടുള്ളത്. എന്നാലാണ് ആ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു നൂല് കാണാണ്ട് അത് മുകളിലേക്ക് ഒട്ടിക്കാൻ പറ്റും. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ റോഷ്നീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4 കുട്ടീസ് ഉണ്ട് കേട്ടോ. റോഷ്നിയുടെ 4 മക്കളാണ്. ഇവരുടെ പേരുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ല പേരുകളാണ്, ബൈബിളിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള പേരുകളാണ്. പിന്നെ റോഷ്നിയുടെ അമ്മ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഉണ്ട്. ലിൻഡോ ആണല്ലേ. ലിൻഡോ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിൻഡോയും കാണിച്ചു തരാം. അപ്പോൾ ഇവരുടെ പേരുകൾ എന്തായാലും ഞാൻ പറയാം കേട്ടോ. ആദ്യത്തെ മൂത്ത മോളുടെ പേരാണ് കാതലിൻ. ഞാൻ പറയായിരുന്നു കാതറിൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കാതലിൻ എന്നുള്ളൊരു പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആളുടെ പേരും ഒരു വെറൈറ്റി നെയിമായിട്ട് തോന്നി. ജോവാക്കിം എന്നാണ് പേര്. ഇവള് ആൻസേറ അല്ലെ, ആൻസേറ. പിന്നെ നമ്മുടെ സുന്ദരി കുഞ്ഞു റബേക്ക കുട്ടിയുടെ പേരാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യം പഠിച്ചത്. അപ്പോൾ ആളാണ് ഏറ്റവും സ്മാർട്ടായിട്ട് ഇവിടെ ഓടി നടന്നത്. പിന്നെ ഈ ഒരു ഡോളിനെ കണ്ടുവച്ചിട്ടാണ് നടക്കണത്. അവളുടെ ഡോളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊരു ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിൻഡോ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഭംഗിയായിട്ടൊരു ഡെക്കറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതിൽ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ്, നമ്മുടെ യൂട്ടൻ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് താങ്ക് യു. ഇന്നോവേഷനായിട്ട് മറ്റുള്ളവർക്ക് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, കുറേ പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം പുതിയ വെറൈറ്റീസ് ഒന്നും കണ്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്ന ഒരു ഐഡിയ ആണ്. അത്ര ഈസി, അത്ര ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാൽ നല്ല ഭംഗിയുണ്ട് താനും. നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഡെക്കറേഷൻ ഐഡിയ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലിൻഡോ ആണ് റോഷിനിയുടെ ഹസ്ബൻഡാണ്. ലിൻഡോ എന്ത് ചെയ്യണം? അപ്പോൾ അപ്പോൾ ഭാര്യനെ സഹായിക്കാനായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നോ? കുറച്ച് നേരം. അപ്പോൾ ലിൻഡോയുടെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വാസുപുരം ഇടവകയിൽ തന്നെ ഇനിയും നല്ല നല്ല പിണ്ടി ഡെക്കറേഷൻസ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കൂടെ തന്നെ കാണാൻ പറ്റും. ഒപ്പം റോഷിനി പറയുന്നു നമ്മുടെ വീഡിയോകളെല്ലാം ചാനലിലെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നല്ല പിണ്ടി ഡെക്കറേഷൻസ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വഴിയൊക്കെ കണ്ടുപിടിച്ച് അവിടേക്ക് എത്തിപ്പെടാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഭംഗിയായിട്ട് മൊത്തത്തിൽ തന്നെ ഇങ്ങനെ മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മെഴുകുതിരി മോഡലിൽ പിണ്ടി ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് ചോനേടൻ ജോസേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോസേട്ടൻ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത് ജോസേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള രാജി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ രാജി ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ പിണ്ടി ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായി ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇത് ചെയ്തതെന്നുള്ളത് ഞാൻ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് രാജി ചേച്ചിയുടെ അമ്മയുണ്ട് കൂടെ. അപ്പോൾ
അമ്മ സഹായിച്ചിട്ടുണ്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട്? ഇല്ല അല്ലേ? ഓക്കെ. എന്നാലും നല്ല എന്താ പറയുക, ഒരു ആസ്വാദകയാണ്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്, കുറെ കഷ്ടപ്പെട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജോസേട്ടന്റെ ഹെൽപ്പ് എങ്ങാനും ഉണ്ടോ ഇതില്? ഇല്ല. അപ്പൊ രാജി ഇല്ല, ആളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും രാജി ചേച്ചി തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് കുറെ പേരുകൾ ഇങ്ങനെ ആളുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഇത് എങ്ങനെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്, ഇത് ഏത് ഷേപ്പിൽ വെട്ടിയിട്ടാണ് അതിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ഉള്ളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും അത് പിണ്ടി വെച്ചാൽ നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഷേപ്പ് കൃത്യമായിട്ട് കിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഉൾഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കുറെ പേര് സംശയം ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് രാജി ചേച്ചിയോട് തന്നെ ചോദിക്കാം, ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഇത് കാർഡ്ബോർഡ് ഇതെടുത്തിട്ട് കാർഡ്ബോർഡിന്റെ റോളാണ് എടുത്തിട്ടുള്ളത്. അതിന് പേപ്പർ ഒട്ടിച്ചു, ചാർട്ട് പേപ്പർ തിക്നെസ് കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ സ്ക്വയർ അടിച്ചിട്ട് കോണ് പോലെ എടുത്തിട്ട് ഒട്ടിച്ച് ഷേപ്പ് ഗം വെച്ചിട്ടാണ് കൊടുത്തിട്ട്, ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട്. ഇതിപ്പോ ഒരു ബോക്സ് ആണ്, ബോക്സിൽ ഇതുപോലെ തന്നെ സെയിം ഇത് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കളർ കോമ്പിനേഷൻ ആണെങ്കിൽ സൂപ്പറാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സന്ധ്യയായ നേരത്താണെങ്കിൽ പോലും ഈ കളേഴ്സ് ഇത്രയും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ കിട്ടും എന്നാണ് വിശ്വസിക്കണേ. കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഈ ഫ്ലവേഴ്സ് കൊടികൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്, അത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ രാജി ചേച്ചിയുടെ അടുത്ത് വന്ന് ചോദിക്കാം. അപ്പോൾ നമ്മളിവിടെ വാസുപുരം പള്ളിയുടെ പുറകുവശത്താണ് രാജി ചേച്ചിയുടെ വീട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രാജി ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നല്ല നല്ല ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഡെക്കറേഷൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ചെമ്മാന്ത്രയിൽ അന്തോണീസ് ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. ചേട്ടൻ എന്ന് പറയാനുണ്ട് കേട്ടോ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അന്തോണീസിൻ്റെ വീട്ടിലാണ്. അന്തോണീസിൻ്റെ ഭാര്യ അനിലയാണ് ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. മോളുടെ ഹെൽപ്പ് ഉണ്ടായെന്ന് തോന്നുന്നു, പക്ഷെ ഇപ്പോൾ അത് നല്ല ഉറക്കക്ഷീണത്തിലൊക്കെയാണ്. മോളുടെ പേരുന്ന ഏഞ്ചലും അനിലയും കൂടിയിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മത്സരമുണ്ട് ഇവർക്ക് ഇവിടെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ഒരുക്കിയിട്ടുള്ളൊരു ഡെക്കറേഷൻ ഐഡിയ ആണിത്. ഇതിൽ ശരിക്കും ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും ഒക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിന് സമ്മാനം കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും ഇവിടെ ചെയ്യാറുണ്ടോ? എല്ലാ വർഷവും ഇവിടെ ചെയ്യാറുണ്ട്, പക്ഷെ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങളിതിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോയപ്പോൾ നല്ലൊരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പറയുകയാണ്, നല്ല പിണ്ടി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടൊന്ന് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് കുറച്ചും കൂടെ ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു, അതായത് ഇപ്രാവശ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വെറൈറ്റി ആയിട്ടുള്ള ഐഡിയകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വെറൈറ്റി ആയിട്ട് ചെയ്താലാണ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട്, നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.